വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധം അത് നമ്മുടെ നാട്ടിൽ പരിചിതമല്ല. അതും വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥിനികൾ. ഇതെല്ലാം നടമാടിയിരുന്നതും കേട്ടുകേൾവി ഉണ്ടായിരുന്നതും അങ്ങ് അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമായിരുന്നു. അവർക്കത് അവരുടെ സംസ്കാരം അതിന് അനുവദിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഈ ഭാരതത്തിൽ നമ്മുടെ സംസ്കാരം നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അവരുടെ കുടുംബം എന്നിങ്ങനെ മഹത്തായിട്ടുള്ളൊരു കുടുംബ സങ്കല്പമാണ് നമുക്കുള്ളത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള ചിട്ടവട്ടങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപും പ്രായപൂർത്തിയായതിനു ശേഷവും വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊക്കെ അനുവർത്തിക്കേണ്ട ചില ചിട്ടവട്ടങ്ങൾ, അതൊക്കെ അങ്ങനെ തന്നെ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ വളർന്നു വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, അവരിൽ പലരും വിവാഹ സമയത്തായിരുന്നു തൻ്റെ പങ്കാളിയെ പോലും ആദ്യമായി കണ്ടിരുന്നതെന്ന ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മാറിയിരിക്കുന്നു. ആ കാലഘട്ടവുമല്ലേ ഇന്ന്. പാശ്ചാത്യ സംസ്കാരം ഏറെ പിടിമുറുക്കിയിട്ടുള്ളൊരു നാടും ഒരു തലമുറയുമെന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ യുവജനതയിൽ ഏറിയ പങ്കും ഈ വിവാഹമെന്ന സങ്കല്പത്തിന് ഒരു മാന്യതയും വിലയും കൽപ്പിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പുതുതലമുറയിൽ എല്ലാവരും അങ്ങനെ ഒന്നും അല്ലായെങ്കിലും ഒരു വിഭാഗമെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നവരായും മാറുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തന്നെ പ്രണയിച്ചവനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ ജീവിതം ഇവിടെ വ്യക്തമാക്കുന്നത്. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള പഠിക്കാൻ വളരെ മിടുക്കിയുമായ ഈ പെൺകുട്ടിക്ക് തൻ്റെ കോളേജിൽ തന്നെ പഠിക്കുന്ന തൻ്റെ ആൺ സുഹൃത്തായ ഷാരോൺ എന്ന വിദ്യാർത്ഥിയുമായി ഹോട്ടൽ മുറികളിൽ നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രായം വെറും 20 വയസ്സ് മാത്രവുമായിരുന്നു. എന്നാൽ ഇതിനിടെ ഒരു സൈനികനുമായി ഈ പെൺകുട്ടിയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുകയും വിവാഹ നിശ്ചയം നടത്തിയപ്പോഴും ഏറ്റവും അധികം വിവരവും വിദ്യാഭ്യാസവുമുള്ള ഗ്രീഷ്മ എന്ന ഈ പെൺകുട്ടി താൻ നേരത്തെ തൻ്റെ ശരീരം മറ്റൊരു ചെറുപ്പക്കാരനുമായി പങ്കുവച്ചതാണെന്ന ഒരു സങ്കോചമോ മനസ്താപമോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു പെണ്ണായിട്ട് പോലും വീണ്ടും വീണ്ടും തൻ്റെ ആ ആൺ സുഹൃത്തിനോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പരമ്പരാഗതമായി ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നും ഒരു കന്യകയായി അവളുടെ വിവാഹത്തിന് വരുമെന്നും വിവാഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവൾ തൻ്റെ കന്യകാത്വം തൻ്റെ പുതിയ ഭർത്താവിന് വഴങ്ങിക്കൊടുക്കുമെന്നുള്ള ഒരു സാംസ്കാരിക പ്രതീക്ഷ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സ്ത്രീകൾ വിവാഹിതരാകുന്നതുവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ കാത്തിരിക്കുക എന്ന ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് സ്ത്രീ ലൈംഗിക ആചാരങ്ങൾ പോലും ഇവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് കന്യകാത്വം ചരിത്രപരമായി വളരെ വിശുദ്ധിയോടെയും മൂല്യത്തോടു കൂടിയും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു മിഥ്യയാണെന്ന് പല ഫെമിനിസ്റ്റ് പണ്ഡിതന്മാരും ഇവിടെ അഭിപ്രായപ്പെടുന്നുമുണ്ട്. കന്യകാത്വം ഒരു വ്യക്തിയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതിനാൽ കന്യകാത്വത്തിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും പല സമൂഹത്തിലും നിലനിൽക്കുകയാണ്. ഇതൊരു സാമൂഹ്യപരമായ നിർമ്മിതിയായതിനാൽ പ്രവർത്തനപരമായതും വസ്തുനിഷ്ഠവുമായിട്ടുള്ള ഒരു നിർവചനങ്ങൾ ഉള്ളതുമല്ല ഈ കന്യകത്വം എന്നുള്ളത്. എന്നാൽ കന്യകാത്വം വീണ്ടെടുക്കുവാനുള്ള മതപരമായിട്ടുള്ള ആചാരങ്ങൾ പോലും പല സംസ്കാരങ്ങളിലും ഇന്നും നിലവിലുണ്ട്. സത്യത്തിൽ കന്യക എന്ന വാക്കിന് ലിംഗഭേദങ്ങളൊന്നും തന്നെയില്ല. പരമ്പരാഗതമായി ഇന്ന് വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത യുവതിയായാലും പുരുഷന്മാരായാലും അവരെ സൂചിപ്പിക്കുന്നൊരു വാക്ക് തന്നെയാണ് കന്യക എന്നുള്ളത്. ഇത് ലാറ്റിൻ പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാക്കുമാണ്. ലോകത്ത് 1200 കാലഘട്ടത്തിൽ നിർവചിച്ചു തുടങ്ങിയ ഈ വാക്ക് 1300ഓടെ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർത്തും ശേഷം പിൽക്കാലത്ത് എല്ലാ മതവിഭാഗങ്ങൾ ഏറ്റെടുക്കുകയും സ്ത്രീകൾക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നിരുന്നാലും സമൂഹത്തിൽ വിവാഹത്തിനും നല്ലൊരു കുടുംബജീവിതത്തിനും ഈ സമ്പ്രദായം വഴി വച്ചിരുന്നുവെന്നതിലും തർക്കമില്ല. അതൊക്കെയാണ് പുതുതലമുറയിൽപ്പെട്ട ഗ്രീഷ്മ, ഷാരോൺ എന്ന ചെറുപ്പക്കാർ അത് അവരെ സമൂഹത്തിന് മറ്റൊരു ചിന്താഗതി നൽകുന്നൊരു പ്രവൃത്തികൾക്ക് പ്രോത്സാഹനം കൊടുത്തതാണ്. അവസാനം താനും ആൺ സുഹൃത്തുമായി നടത്തിയതിൻ്റെ ആ വേഴ്ചയുടെ കാഴ്ചകൾ സുഹൃത്തായ ഷാരോണിൻ്റെ കൈവശമുണ്ട് എന്നും അയാളത് നശിപ്പിച്ചു കളയുവാൻ തയ്യാറാകാതിരുന്നപ്പോഴുമാണ് ജ്യൂസിൽ വിഷം നൽകി ആ സുഹൃത്തിനെ കൊല്ലാൻ തയ്യാറായതെന്നുമാണ് കോടതിയിൽ ഗ്രീഷ്മയുടേതായിട്ടുള്ള വാദങ്ങൾ ഇപ്പോൾ ഉണ്ടായത്. സത്യത്തിൽ വിവാഹേതര ബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകാത്തൊരു പൊതുസമൂഹം വളർന്നു വരുന്നത് അത് നമ്മുടെ നാടിന് തന്നെ ഒരു ആപത്താണ്.
വിദ്യാഭ്യാസത്തിനായോ ജോലി സംബന്ധമായോ സ്വന്തം വീട് വിട്ട് മാറി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അന്യ പുരുഷന്മാരുമായോ അല്ലെങ്കിൽ അന്യ സ്ത്രീകളുമായോ ഒരു വീടെടുത്ത് ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നതിൽ യാതൊരു സങ്കോചമോ അഭിമാനക്ഷതമോ ഇല്ലാതെയായിരിക്കുന്നു. അതിനെ ലിവിങ് ടുഗദർ എന്നൊരു പേരും ആ സമ്പ്രദായവും ഇവരുടെ കൂട്ടിനുമുണ്ട്. ഈ കൂട്ടിനിടയിൽ അറിയാതെ ജനിച്ചു വീഴുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അതിലും കഷ്ടം. ഭൂരിഭാഗം പേരും വല്ല അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ വല്ല അഭയകേന്ദ്രത്തിലോ അവർക്ക് എത്തുമെങ്കിലും മറ്റു ചിലർ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളെ നാണക്കേടിൽ നിന്നും രക്ഷ നേടുവാൻ അവരെ കുട്ടികളെ ശ്വാസം വിട്ടിച്ച് കൊലപ്പെടുത്തുന്നു എന്ന വാർത്തകളും നമ്മെ ഇങ്ങനെ ആശങ്കാകുലരാക്കിയാണ്. സത്യത്തിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളും, അത് ജാതിയും മതവും രാഷ്ട്രീയ സംഘടനകളൊക്കെ, അത്തരം സംഘടനകളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അല്പസുഖത്തിനായി മറ്റെല്ലാം മറന്നുള്ള ഈ പ്രവൃത്തികൾ അത് പിന്നീട് നാടും വീടുമൊക്കെ വെറുക്കുന്ന തരത്തിലും ചിലപ്പോൾ ശാരവണനെ പോലെ അകാല മരണവും ഗ്രീഷ്മയെ പോലെ ഒരു തൂക്കുകയറുമാകും അവർക്ക് സമ്മാനിക്കുക എന്ന ഒരു അവബോധവും ഈ പുതുതലമുറകൾക്ക് ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു.